ഹലോ ഗൈസ്, വെൽക്കം ടു വീട്ടിലെ വൈബ്സ്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. ഞാൻ കടയിൽ കുറച്ച് സാധനം മേടിക്കാൻ പോയപ്പം ഈ പേസ്ട്രി ഷീറ്റ്സ്, പഫ് പേസ്ട്രീന്റെ ഷീറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, റെഡിമെയ്ഡ് പേസ്ട്രി ഷീറ്റ്സ്. അപ്പൊ ഇത് ഞാൻ കണ്ടപ്പോൾ മേടിച്ചു. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന സ്വിറ്റ്സ് എന്ന ബ്രാൻഡിലാണ്. പക്ഷെ വേറെ കുറെ ബ്രാൻഡ്സിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വേറെ ബ്രാൻഡിന്റെ ഷീറ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മൾ കടയിൽ മേടിക്കുന്ന സെയിം, ഞാൻ ആ സമയത്ത് എഗ് പഫ് ആണ് ഉണ്ടാക്കിയ, എക്സാക്ട്ലി സെയിം നമ്മൾ കടയിൽ മേടിച്ച് കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ റെസിപ്പി നമുക്കൊന്ന് കാണാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു, എന്നിട്ട് കുറച്ച് പെരുംജീരകം ഇട്ട് സവാളയും കറിവേപ്പിലയും കൂടി ഒരുമിച്ചാണ് ഇടുന്നത്. നല്ലോണം നമ്മൾ മിക്സ് ചെയ്യാം. ഒരുപാട് ബ്രൗൺ ആവണ്ട, പക്ഷെ നമ്മൾ ഈ മുട്ട റോസ്റ്റിനൊക്കെ ഉണ്ടാക്കില്ലേ, ആ സെയിം ടൈപ്പ് ഓഫ് റെസിപ്പിയാണ്. ഞാനിതിൽ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ സവാളയും കറിവേപ്പിലയും പെരുംജീരകം പിന്നെ കുറച്ച് മസാലപ്പൊടികളിട്ട് വഴറ്റിയെടുക്കും, അത്രേ ഉള്ളൂ. കുറച്ച് ഉപ്പും കൂടി ഇടാനേ. എനിക്ക് ഉപ്പിന്റെ അളവൊന്നും എനിക്ക് അറിയില്ല. എല്ലാം ഞാൻ വെറുതെ എത്രയാണോ അളവ് കയ്യിൽ അങ്ങ് എടുത്തിടാണ് പതിവ്. അതുകൊണ്ട് എന്നോട് നിങ്ങൾ അളവ് ചോദിക്കല്ലേ. കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ തമിഴിലും ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്കും കൂടി മനസ്സിലാവുമെന്ന്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ആയാലോ, മലയാളം തമിഴിലും കൂടി ഞാൻ പറയുമ്പോൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി മനസ്സിലാവും. ஹலோ கைஸ், கொஞ்ச நேரம் தமிழ்ல பேசலாமா? ஓகே, இன்னைக்கு நான் என்ன பண்ண போறேன்னா ஒரு எக் பஃப் பேஸ்ட்ரி பண்ண போறேன், இல்லைன்னா எக் பஃப்னு சொல்லுவாங்க. நான் கடைக்கு போனப்போ இந்த பஃப் பேஸ்ட்ரி ஷீட்ஸ் இது நிறைய மார்க்கெட்ல, சூப்பர் மார்க்கெட்ஸ்ல எல்லாம் ஈஸிலி அவைலபிள். இன்னைக்கு நான் எடுத்திருக்கிறது ஸ்விட்ஸ் பிராண்ட், பட் டிஃப்ரெண்ட் பிராண்ட்ஸ் இருக்கு. நான் ஸ்விட்ஸ் பிராண்ட்னு சொன்ன உடனே எல்லாரும் ஸ்விட்ஸ் பிராண்டுக்கு போயிடாதீங்க. இதுதான் இன்னைக்கு நான் வாங்கினேன். இதே மாதிரி வேற நிறைய பிராண்ட்ஸ் இருக்கு. உங்களுக்கு என்ன பிராண்ட் கிடைச்சாலும் ப்ராப்ளம் இல்லை, பட் சேம் ரெசிபி நீங்க வேணா ட்ரை பண்ணிக்கலாம். நான் என்ன பண்ணிருக்கேன்னா, ஒரு கடாயை எடுத்து கொஞ்சம் ஆயில் போட்டு அதுல கொஞ்சம் சோம்பு, பெரிய வெங்காயம், கருவேப்பிலை, கொஞ்சோண்டு உப்பு போட்டு நல்லா ஃப்ரை பண்றேன். நல்லா கோல்டன் அளவுக்கு ஃப்ரை ஆகக்கூடாது. இப்போ ரோஸ்ட் எல்லாம் பண்ணும்போது ஒரு ரொம்ப டார்க் ப்ரௌனும் இல்லாம ரொம்ப லைட்டாவும் இல்லாம ஒரு நடுவுல இருக்கிற மாதிரி இருக்கும் இல்லையா. ஸோ அந்த அளவுக்கு நீங்க, എനിക്ക് ഇപ്പൊ കാണാം സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയി തുടങ്ങി, ഫ്രൈ ആവാൻ തുടങ്ങി. ഇനി കുറച്ചും കൂടി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടും. இப்போ நீங்க பாத்தீங்கன்னா இந்த ஆனியன்ஸ் எல்லாம் கொஞ்சம் நல்லா ஃப்ரை ஆக ஆரம்பிச்சிருச்சு, சாஃப்ட் ஆக ஆரம்பிச்சிருச்சு. ஸோ இன்னும் கொஞ்சம் நேரம் ഫ്രൈ பண்ணா நம்மளுக்கு என்ன കൺസിസ്റ്റൻസി വേണമോ അത് കഴിച്ചിടും. ഓക്കെ, ഞാനിപ്പോ ഇടാൻ പോകുന്നത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. നമുക്ക് എത്ര വേണോ അത്ര ഇടാം. ഞാൻ ഒരുപാട് സ്പൈസി ഇടുന്നില്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ഇത് കുറച്ച് ഗരം മസാല പൊടിയാണ്. ഞാൻ ഇത് പാക്കറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി ഇടുവാണ്. ஓகே, நான் இப்போ இதுல கொஞ்சம் சில்லி பவுடர், மிளகாத்தூள், கொஞ்சோண்டு மஞ்சள் பொடி, கொஞ்சம் தனியா பவுடர், அப்புறம் கொஞ்சம் கரம் மசாலா போட்டு அகைன் இந்த மசாலாஸோடைய அந்த டேஸ்ட் கொஞ்சம் சேஞ்ச், பச்சை டேஸ்ட் மாறுற வரைக்கும் ഫ്രൈ பண்ணணும். അപ്പൊ നമുക്കിത് ഇതിന്റെ ഒരു ടേസ്റ്റ്, നമ്മൾ മസാലയുടെ ഫ്രഷ് ടേസ്റ്റ്, പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് അളവൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എനിക്ക് അളവ് കൊടുക്കാൻ അറിയില്ല. ഈ കാണുമ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അത് കണ്ട് എനിക്ക് ഇടാനേ അറിയുള്ളൂ. അപ്പൊ ഇതിന്റെ മസാല കണ്ട, ഇത് നല്ല ഭയങ്കര ഡ്രൈ ആണ്. നമുക്ക് കുറച്ചും, അതായത് ഇത്ര ഡ്രൈ വേണ്ട, കുറച്ച് ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് ആ മസാലാസ് ഒക്കെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഷീറ്റ്സിന്റെ അകത്ത്, പേസ്ട്രി ഷീറ്റ്സിന്റെ അകത്ത് നമുക്ക് ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാല പിന്നെ ആ സവോള ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മാത്രം മതി. അപ്പൊ ഇത് നമുക്ക് റെഡിയാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിന്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു. ഇപ്പൊ മസാല ഒക്കെ റെഡിയാണ്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ஸோ இந்த எக் பஃப்க்கு வேண்ட மசாலா எல்லாம் ரெடியா இருக்கு. நான் இதுக்கு முன்னாடி செக் பண்ணும்போது, டேஸ்ட் செக் பண்ணப்போ உப்பு கொஞ்சம் கம்மியா இருந்துச்சு. அதனால கொஞ்சம் உப்பு நான் ஆட் பண்ணியிருக்கேன். நீங்களும் டேஸ்ட் பண்ணிட்டு உங்களுக்கு காரம் வேணும்னா ஆட் பண்ணிக்கோங்க, உப்பு வேணும்னா நீங்க ആഡ് பண்ணிக்கோங்க. ഓക്കെ, ഇപ്പൊ മസാല ഒക്കെ ഇവിടെ റെഡിയാണ്. നല്ല റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഓൾറെഡി 2 മുട്ട പുഴുങ്ങി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ബട്ടർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബട്ട് എഗ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് മുട്ട എന്റെ കയ്യിൽ ഇല്ല,
അതുകൊണ്ട് ഞാൻ ഈ ബട്ടർ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പേസ്ട്രി ഷീറ്റ്സ്. ഓക്കെ, ഈ പേസ്ട്രി ഷീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ വന്ന ഷീറ്റ്സ് മാത്രമേ യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഈ പേസ്ട്രി ഷീറ്റ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇടാം. പിന്നെ നമ്മൾ കുറച്ച് മസാല, ഓവർ മസാല ആവാൻ പാടില്ല, പിന്നെ അത് കറി പോലെ ആയി പോവും. ഓക്കെ, പിന്നെ ഒരു മുട്ട വെക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പുറത്തും കുറച്ച് മസാല അവിടെ ഇവിടെ ആയിട്ട് ഇടാം. ഓക്കെ, പിന്നെ ഇത് നല്ലോണം ഈ മാവ് അത് ഈ ഷീറ്റ്സ് നല്ലോണം ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പൊ അത് നോക്കി വേണം നിങ്ങൾ ചെയ്യാൻ. ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആക്ച്വലി എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റിയ ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഓവൻ ഇല്ല, എൻ്റെ അടുത്ത് എയർ ഫ്രയർ ആണുള്ളത്. കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് ബട്ടർ, എഗ് ഉണ്ടെങ്കിൽ എഗ് யூஸ் ചെയ്യാട്ടോ. ஓகே, இந்த பஃப் பேஸ்ட்ரி இந்த மாதிரி இருக்கும். இந்த பஃப் பேஸ்ட்ரி இங்க வச்சுட்டு நான் இப்ப என்ன பண்ணிருக்கேன்னா இந்த பிளேட் கடியில கொஞ்சோண்டு பட்டர், சோ இது ஒட்டாம இருக்கும் பிளேட்டோட. இந்த பேஸ்ட்ரி ஷீட்ஸ் இப்படி வச்சுட்டு ரொம்ப சாஃப்டா இருக்கும். அதனால உங்களுக்கு அந்த கரெக்ட் ஷேப் இல்லாம அப்படி இருக்கு. பட் எனிவே இட்ஸ் ஓகே, எல்லாமே ஃபோல்ட் பண்ணி தான் வரப்போகுது. ஸோ இந்த ஷீட்ஸ்ல நான் இங்க நம்ம பண்ணி வச்சிருக்கிற அந்த மசாலா இங்க போட்டுட்டு அதுக்கு மேல ஒரு எக்கும் வைக்கிறேன். அதுக்கப்புறம் சும்மா ஒரு டெக்கரேஷனுக்காக வேணும்னா நீங்க கொஞ்சம் மசாலா அது மேல திருப்பி போட்டுக்கலாம். அதுக்கப்புறமா இது எல்லாமே 4 சைட்ஸ் க்ளோஸ் பண்ணிருங்க. ஓகே, க்ளோஸ் பண்ணி, இது க்ளோஸ் பண்ணணும்னு அவசியம் இல்லை, இருந்தாலும் ஓகே க்ளோஸ் பண்ணிட்டு இதுல நான் இப்போ பட்டர் போடுறேன். ஏன்னா என்கிட்ட எக் இல்ல. இதுல நீங்க எக் யூஸ் பண்ண ட்ரை பண்ணுங்க. பட்டர் போட்டாலும் பரவாயில்ல, சும்மா ஒரு கிளேசிங்காக தான் நம்ம இது போடுறது. தட்ஸ் ஆல். ஸோ நம்மளுடைய பேஸ்ட்ரி ஃபில்லிங் ரெடியா இருக்கு. இது நான் இன்னைக்கு பண்றது ஏர் ஃப்ரையர்ல பண்றேன். ஏன்னா என்கிட்ட வந்து இது பண்ற ஓவன் கிடையாது, ஏர் ஃப்ரையர் தான் இருக்கு. அதனால ஏர் ஃப்ரையர் இப்போ நான் ப்ரீ ஹீட் പண்றதுக்கு വെച്ചിരിക്കேன். ഓക്കെ, ഞാൻ ഈ എയർ ഫ്രയറിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ടു. അതിൽ കുറച്ച് ബട്ടറും തടവി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് സിലിക്കോണിന്റെ ട്രേ കിട്ടും, അതായാലും ഓക്കെ ആണ്. நான் இந்த ஏர் ஃப்ரையர்ல ஒரு பட்டர் பேப்பர் போட்டு அதுல கொஞ்சம் பட்டர் தடவி வச்சிருக்கேன். நான் இங்க பட்டர் பேப்பர் யூஸ் பண்ணிருக்கேன். உங்களுக்கு சிலிகானோட ட்ரே கிடைக்கும், நம்ம ஓவன்ல யூஸ் பண்றது இல்லைன்னா ஏர் ஃப்ரையர்ல யூஸ் பண்றதுக்கு செப்பரேட்டா சிலிகான் ட்ரே கிடைக்கும். അത് കടിച്ച് അത് യൂസ് பண்ணுங்க. ഇതിൽ ഞാൻ ഇപ്പോ 4 എണ്ണം ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് നിങ്ങൾക്ക് വലിയ ഷീറ്റാണ് കിട്ടിയെങ്കിൽ അത് നോക്കിയിട്ട് പ്ലേസ് ചെയ്യുക. കുറച്ച് സ്പേസിങ്, എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഇടാൻ പാടില്ല, കുറച്ച് ഒരു സ്പേസ് കൊടുക്കണം. இப்போ இந்த ஏர் ஃப்ரையர்ல நான் 4 பேஸ்ட்ரி ஷீட்ஸ் நான் போட்டிருக்கேன். இதுல நடுவுல கேப் வர மாதிரி பாத்துக்கோங்க. ஷீட்ஸ் இது எனக்கு சின்ன ஷீட்டா இருந்தது, அதனால நான் ஃபோல்ட் பண்ணி வரும்போது 4 ஷீட்ஸ் எனக்கு கரெக்டா இருந்துச்சு. இதுல உங்களுக்கு பெரிய ஷீட்ஸ் கிடைச்சா நீங்க 2 or 3 at a time யூஸ் பண்ணிக்கலாம். எவ்வளவு ஸ்பேசிங் இருக்கோ அதை நீங்க பார்த்து அட்ஜஸ்ட் பண்ணிக்கோங்க. இப்போ இதுல டைமர் ഒരു 20 minutes സെറ്റ് ചെയ്യാണ്. 20 minutes ടെമ്പറേച്ചർ ഞാൻ 200ലാണ് വെച്ചിരിക്കുന്നത്. സോ 20 minutes കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇൻ കേസ് അത് ശരിക്കും ഫ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടെമ്പറേച്ചർ ടൈമർ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ഇത് ഈ ഒരു എയർ ഫ്രയറിന്റെയാണ് ഞാൻ പറഞ്ഞത്. ഓരോ എയർ ഫ്രയറും ഡിഫറെന്റ് ടൈമിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈമർ നിങ്ങൾ മാറ്റാം. ஓகே, இந்த ஏர் ஃப்ரையர்ல நான் இப்போ டைமர் ஒரு 20 minutes வச்சுட்டு டெம்பரேச்சர் 200 degree யூஸ் பண்ணிருக்கேன். 20 minutes அப்புறம் நம்ம திறந்து பார்க்கலாம். இன்கேஸ் கொஞ்சம் கூட ஃப்ரை ஆகணும்னா டெம்பரேச்சர் நான் இன்னும் கொஞ்ச நேரம் கூட அட்ஜஸ்ட் பண்ணி வைப்பேன். இது என்னோட ஏர் ஃப்ரையருடைய டைமிங். ஒவ்வொரு ஏர் ஃப்ரையரும் டிஃப்ரெண்ட் டைமிங் அண்ட் டெம்பரேச்சர் இருக்கும். ஸோ உங்களுக்கு எப்படியோ அதுக்கு ஏற்ற மாதிரி நீங்க டெம்பரேச்சர் அண்ட் டைமர் அட்ஜஸ்ட் பண்ணிக்கோங்க. எக் பஃப்ஸ் எல்லாம் இப்போ ரெடியா இருக்கு. ஒரு 20 minutes வச்சு நான் ஒரு எக்ஸ்ட்ரா ஒரு 5 minutes வச்சேன். ஸோ பெர்ஃபெக்டா இந்த ரிசல்ட் தான் கிடைச்சிருக்கு. ரொம்ப டேஸ்டா இருக்கும். நீங்க எல்லாரும் ட்ரை பண்ணுங்க. உங்களுக்கு இந்த ரெசிபி, உங்களுக்கு இந்த வீடியோ பிடிச்சிருந்தா லைக், ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. நம்ம നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம். ബൈ. അങ്ങനെ നമ്മുടെ എഗ് പഫ് എല്ലാം റെഡിയാണ്. ഞാൻ ഒരു 20 minutes വെച്ചു, പിന്നെ ഒരു 5 minutes എക്സ്ട്രാ കൂടി വെച്ചു. അപ്പോ നല്ല പെർഫെക്റ്റ് എഗ് പഫ് റെഡിയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.